ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ. സോ വാട്ട് യു മീൻ ബൈ ത്രസ്റ്റ് ആൻഡ് പ്രഷർ? എന്താണ് പ്രഷർ? നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ടേം ആണ് എന്ത്? പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ത്രസ്റ്റ് ആക്ച്വലി? എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം പ്രഷർ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രഷർ, ഫോഴ്സ്, ഏരിയ എന്നുള്ളതൊക്കെ അല്ലെ. സോ വാട്ട് നമ്മൾ ഇത് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി വാട്ട് ഈസ് പ്രഷർ? എന്താണ് ഒരു പ്രഷർ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്കിവിടെ ഭയങ്കര പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി പ്രഷർ? സി, പ്രഷർ എന്ന് പറയുന്നത് വി ആർ ഗിവിങ് എ ഫോഴ്സ് ടു എ ബോഡി. ഏതെങ്കിലും ഒരു ബോഡിയിൽ, ഏതെങ്കിലും ഒരു സർഫസിൽ എവിടെയെങ്കിലും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്താൽ ആ ഒരു ബോഡിക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രഷർ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. എന്തുണ്ടെങ്കിൽ പ്രഷർ ഉണ്ടെന്ന്. ദാറ്റ് മീൻ എ ഫോഴ്സ് ഇസ് നീഡഡ്. ഒരു പ്രഷർ ഒരു ബോഡിയിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തിന്റെയെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ബ്ലഡ് പ്രഷർ അല്ലെ, ബോഡിയിൽ പ്രഷർ കൂടുതലാണ്. സോ അവിടെ എന്തെങ്കിലും കാരണത്താൽ അവിടെ എനിത്തിങ് നമ്മളെ ബോഡിയെ ഫോഴ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ലൈക്ക് ദാറ്റ് നമ്മളൊരു ബോഡി അല്ലെങ്കിൽ എനി ബോഡി, ഒരു ബോഡിയിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, ഒരു ബോഡിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇടിക്കുകയാണ്, വാട്ട് ഹാപ്പൻ? അവിടെ ഞാൻ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രഷർ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഗിവിങ് എ ഫോഴ്സ്. ഞാൻ ആ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് നമുക്ക് ഉണ്ടാകുള്ളൂ? പ്രഷർ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കുക. സോ ആക്ച്വലി നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് വാട്ട് ഇസ് ത്രസ്റ്റ് ആൻഡ് വാട്ട് ഇസ് പ്രഷർ എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ ത്രസ്റ്റ് ആൻഡ് എ ഫോഴ്സ്, ഓർ സോറി പ്രഷർ. ഓക്കെ, സോ എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്? ലെറ്റ്സ് സീ. Thrust, the perpendicular force acting on the surface of a body is called thrust. എന്താണ് ഒരു perpendicular force? What do you mean by a perpendicular force? ഒരു perpendicular force എന്ന് പറയുന്നത് എന്താണ്? That mean the angle should be 90 degree അല്ലെ. 90 degree ഉള്ള ഒരു, that mean just consider this as a surface. ഇതൊരു സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് പെർപെൻഡിക്കുലർ ഫോഴ്സ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർഫസിന് 90 ഡിഗ്രി അല്ലെ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം എന്റെ ഫോഴ്സ് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യാൻ. ദാറ്റ് മീൻ ഇതാണ് എന്റെ ബോഡി എന്ന് കരുതുക, ജസ്റ്റ് ഒരു ടേബിൾ ആണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ത്രസ്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ഫോഴ്സ് കൊടുക്കണം? ദ ഫോഴ്സ്, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കണം? perpendicular to the surface. ഈ സർഫസിന് 90 ഡിഗ്രി, that means the angle should be 90 degree. ഓക്കെ, എന്ന രീതിയിൽ വേണം ഞാൻ ആരെ കൊടുക്കാൻ? ഫോഴ്സ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. അങ്ങനെ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ ആ ഒരു ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും വി ആർ ഗിവിംഗ്. അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ത്രസ്റ്റ്. So actually the perpendicular force acting on a surface of a body, ഒരു ബോഡിയിൽ ഒരു perpendicular force ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? That is known as thrust. Okay, so നിങ്ങൾ മനസ്സിലാക്കുക, thrust is actually a force. Okay, ഒരു ഫോഴ്സിനെ തന്നെ നമ്മൾ thrust എന്ന് പറഞ്ഞ് നമുക്ക് ഫോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. Thrust is a force actually. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് തന്നെയാണ്. എന്താണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നമ്മൾ അതിനൊരു പേര് വിളിക്കുന്നു, ദാറ്റ് ഈസ് ത്രസ്റ്റ്. സിമ്പിൾ. ഓക്കെ, ഇറ്റ്സ് എ ഫോഴ്സ്, പക്ഷെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ബോഡി ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ത്രസ്റ്റ് എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ്സ് ന്യൂട്ടൺ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ത്രസ്റ്റ് ഇസ് ഓൾസോ എ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ത്രസ്റ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഓൾസോ ന്യൂട്ടൺ. സോ ന്യൂട്ടൺ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ബൈ ദ ക്യാപിറ്റൽ ലെറ്റർ N. സോ ദ SI യൂണിറ്റ് ഓഫ് ത്രസ്റ്റ് ഈസ് ഓൾസോ എന്താണ്? ന്യൂട്ടൺ തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക.
സിമ്പിൾ. സോ ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിചാരിക്കുക, മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ആക്ച്വലി എ ഫോഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രഷർ? എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? സി, the thrust acting per unit area. The thrust acting per unit area. ഒരു യൂണിറ്റ് ഏരിയയില് ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റ് ഏരിയ. വാട്ട് ഇസ് ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു വളരെ ചെറിയ, നമ്മുടെ ഒരു ഏറ്റവും സ്മോളസ്റ്റ് ഭാഗത്ത് നമ്മൾ കരുതുന്നതാണ് എന്ത്? ഒരു യൂണിറ്റ് ഏരിയ എന്ന്. ഏറ്റവും ചെറിയ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു യൂണിറ്റ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ഏരിയ നമ്മൾ പറയാം. സോ ആ യൂണിറ്റ് ഏരിയയിലേക്ക് നമ്മൾ എത്ര ത്രസ്റ്റ് കൊടുക്കുന്നോ അത് നമ്മൾ എന്ത് പറയും? We will have a pressure. So the thrust acting per unit area of a body is called pressure. That means just consider this is my body. Okay, ഈ ബോഡിയിൽ I am giving pressure. ഞാൻ ഇവിടെ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. That is perpendicular to the body. ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ എന്ത് നൽകുന്നത്? പ്രഷർ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഭാഗം എടുക്കുമ്പോൾ അവിടെ എത്ര ഫോഴ്സ് ഞാൻ കൊടുത്തു? ഒരു ചെറിയ യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ ഞാൻ അവിടെ എത്ര ഫോഴ്സ് അഥവാ എത്ര ത്രസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു? അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ pressure എന്ന് വിളിക്കാം. You got it? Okay, so the pressure is equal to thrust by area. നമുക്ക് ഇവിടെ ഒരു ഫോർമുല ഉണ്ട്, very important. Pressure is equal to thrust by area. Pressure is equal to thrust by area. So നോക്കുക, its SI unit is Pascal. Its SI unit is Pascal. അത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. ജസ്റ്റ് കൺസിഡർ, ജസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ട് യൂണിറ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, the pressure. Okay, pressure is equal to, what is pressure actually? The thrust by unit area, right? So that is thrust by area. Pressure is equal to, ഇപ്പോൾ തന്നെ പഠിക്കുക, pressure is equal to thrust by area ആണല്ലോ. അങ്ങനെയാണെങ്കിൽ what is the derived യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടാകും. എല്ലാ ക്വാണ്ടിറ്റീസിനും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചില ക്വാണ്ടിറ്റീസിന് രണ്ട് തരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ടാകും. ഒന്ന് SI യൂണിറ്റ് ആണ്, ഒന്ന് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ത്രസ്റ്റിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞേ? The unit of thrust നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. The unit of thrust എന്താണ്? യെസ്, ന്യൂട്ടൺ ആണ് അല്ലെ. സോ ന്യൂട്ടൺ ബൈ what is the unit of area? ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. സോ വെരി ഗുഡ്, യെസ്, എന്താണ്? മീറ്റർ സ്ക്വയർ. സോ നമുക്ക് ദ ഡിറൈവ്ഡ് യൂണിറ്റ്, SI യൂണിറ്റ് അല്ല, ഡിറൈവ്ഡ് യൂണിറ്റ്, പ്രഷറിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അഥവാ നമുക്ക് ഇങ്ങനെയും നമ്മളൊരു ഹയർ ലെവലിൽ നമ്മൾ ക്ലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മീറ്റർ സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് എന്ന തരത്തിലും നമുക്ക് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് വി ഹാവ് പാസ്കൽ. പ്രഷറിന്റെ യൂണിറ്റ് എന്താ മക്കളെ? The standard or the SI unit of pressure is Pascal. That mean നമ്മുടെ ഈ പ്രഷറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ പേരാണ് ബ്ലേസ് പാസ്കൽ. ഓക്കെ, ഒരു ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പാസ്കൽസ് ലോ അതൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ബഹുമാന സൂചകമായിട്ട് ഇട്ടിരിക്കുന്നതാണ് എന്താ? യൂണിറ്റ് ആണ് പാസ്കൽ. സോ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് PA. ഓക്കെ, സോ നമുക്ക് ഇത്ര യൂണിറ്റുകൾ ഉണ്ട് നമ്മുടെ പ്രഷറിന്. ഏതൊക്കെയാണ്? പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അത് തന്നെയാണ് ഇതും, ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, മൈനസ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ്സുകൾ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 മാർക്കിനൊക്കെ ചില സമയങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, the same force acting on a smaller area, the same force acting on a smaller area exert a larger pressure. That mean, അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, just consider situation. നിങ്ങൾ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ,
സ്മോളർ ഏരിയ, ദാറ്റ് മീൻ ഒരു സ്മോളർ ഏരിയ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മുട്ടുസൂചി ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു മുട്ടുസൂചി ഉണ്ട്. ഓക്കെ, ആ മുട്ടുസൂചി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈയെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നല്ല പെയിൻഫുൾ ആയിരിക്കും അല്ലെ, നല്ല പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ആ മുട്ടുസൂചിക്ക് പകരം ഞാൻ ഒരു വലിയ ഒരു നല്ല വലുപ്പമുള്ള ഒരു സിലിണ്ടറിക്കൽ ബോട്ടിലാണ് വെച്ച് ഞാൻ പ്രസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മുട്ടുസൂചി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടിരിക്കുക? നിങ്ങൾക്ക് വേദന കൂടുതലായിട്ട് നമുക്ക് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഏതായിരിക്കും? മുട്ടുസൂചി ആയിരിക്കും അല്ലെ. അതെന്തുകൊണ്ടാ? നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ സെയിം ആണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരേ ഫോഴ്സ് ആണ് രണ്ടിനും, നമ്മുടെ മുട്ടുസൂചിക്കും നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ബോട്ടിലിനും കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മുട്ടുസൂചിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്? What may be the reason? Because ശ്രദ്ധിക്കുക, നമുക്ക് pressure is equal to എന്താണ്? Thrust by ഏരിയ ആണല്ലോ. പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. ദാറ്റ് മീൻ ത്രസ്റ്റ് ഇസ് ആക്ച്വലി എ ഫോഴ്സ്. നമുക്ക് ഇങ്ങനെയും എഴുതാം, സംശയമൊന്നും വരരുത്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. ദാറ്റ് ഇസ് ഓൾസോ ഓക്കെ. അപ്പൊ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആണെങ്കിൽ പക്ഷേ ഏരിയ കുറവാണെങ്കിൽ, ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആണ്, പക്ഷേ അതിന്റെ ഏരിയ, അത് ഇൻ കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയ കുറവാണെങ്കിൽ നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന നമ്മുടെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ദാറ്റ് ഇഫക്റ്റ് വിൽ ബി ലാർജർ. ഓക്കെ, അപ്പൊ ഏരിയ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും, അഥവാ അത്രത്തോളം ഇഫക്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻ ദ കേസ് ഏരിയ കുറവാണെന്ന് അല്ലെങ്കിൽ കൂടുതലാണെന്ന് വിചാരിക്കുക, നല്ല തരത്തിൽ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ജസ്റ്റ് കൺസിഡർ, നിങ്ങൾ ഗേൾസിന് വേഗം മനസ്സിലാകും. നമ്മൾ ചെരുപ്പ് അല്ലെ, നമ്മൾ ഹീൽസും നമ്മുടെ നോർമൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പും നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ളത്? നമുക്കത് ഒരു ഫീലിംഗ്, ഒരു ഓക്വേർഡ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഏതായിരിക്കും? ഹീൽസ് ഇടുമ്പോഴാണ് അല്ലെ. അതെന്തുകൊണ്ടാണ് ഹീൽസിന് നമുക്ക് ഇത്ര പെയിൻഫുൾ ആവാനുള്ള കാരണം? ഒന്നാമത് അതിന്റെ സ്ട്രക്ചർ, ആൻഡ് രണ്ടാമത് എന്താണ്? ഹീൽസ് എന്ന് പറയുന്നത് പോയിന്റഡ് ആണ് അല്ലെ. സോ പോയിന്റഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏരിയ എന്താണ്? വളരെയധികം കുറവാണ്. സോ ഏരിയ കുറയുന്നതിനനുസരിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ഏരിയ കുറവാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ വിൽ ബി ലാർജർ. ഓക്കെ, ഇഫ് നേരെ തിരിച്ച് ഏരിയ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ദാറ്റ് മീൻ ഏരിയ ആൻഡ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, എന്താണ് നമ്മുടെ പോയിന്റ്? എന്താണ്? the area and pressure is inversely proportional. Okay, അവരെന്താണ്? It's inversely proportional. അവരെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, the next one, ഏരിയ ആൻഡ് പ്രഷർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഫോഴ്സ്? ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് നന്നായിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ദ ഫോഴ്സ് ഇൻക്രീസസ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ അത്ര തന്നെ നമുക്ക് എന്തും കൂടും? അവിടെ അനുഭവപ്പെടുന്ന പ്രഷറും കൂടും. ഓക്കെ, നമുക്ക് അവിടെ ഫീൽ ചെയ്യപ്പെടുന്ന പ്രഷറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻ എന്താണ്? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറവാണെന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? പ്രഷർ ഓൾസോ ഡിക്രീസസ്. ദാറ്റ് മീൻ ദ ഫോഴ്സ് ആൻഡ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, എന്താണ്? ദ ഫോഴ്സ് ആൻഡ് പ്രഷർ are the force and pressure are inversely proportional. Inversely proportional ആണെന്ന്. Okay, they are inversely proportional to each other. തമ്മിൽ അവരെന്താണ്? Sorry, that's directly proportional to each other. Sorry,
they are directly proportional to each other. Okay, so force and pressure എന്ന് പറയുന്നത് that is directly proportional to each other. And what about the area and pressure? Area and pressures are ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് കാര്യം ക്ലിയർ ആണല്ലോ. ഏരിയ കുറവാകുമ്പോൾ പ്രഷർ കൂടുമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ മുട്ടുസൂചി, ഒരു സിംഗിൾ മുട്ടുസൂചി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അല്ലെ. എന്നാൽ മുട്ടുസൂചിയുടെ ഒരു ബെഡ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ടുസൂചികൾ ഇങ്ങനെ അടുക്കടുക്ക വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആ ബെഡിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ കണ്ടു കാണും, ഇങ്ങനെ മുട്ടുസൂചിയുടെ ഒരു ബെഡ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ആളുകൾ നിൽക്കുക അല്ലെങ്കിൽ കിടക്കുക, അതിലൂടെ നടക്കുക. അപ്പൊ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെടും, ഇങ്ങനെയാണ് ഒരു മുട്ടുസൂചിയിൽ നമുക്ക് പെയിൻഫുൾ ആണ്, എന്നാൽ 100 കണക്കിന് മുട്ടുസൂചികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ആളുകൾ ഇരിക്കുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് അത്ഭുതപ്പെടും അല്ലെ. പക്ഷേ നമുക്ക് സയൻസ് അറിയുന്നവർക്ക് അറിയാം അത് പെയിൻഫുൾ ആണോ? അല്ല. ഒരു മുട്ടുസൂചിയുടെ അത്ര പോലും പെയിൻഫുൾ അല്ല 100 മുട്ടുസൂചികൾ നിരത്തി വെച്ചാൽ. ബിക്കോസ് എന്താണ്, 100 മുട്ടുസൂചികൾ നിരത്തി വെക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ഏരിയ കൂടുതലാണ്. ഓക്കെ, ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്ഭുതപ്പെടരുത്. എന്താണ്, 100 200 മുട്ടുസൂചികൾ അടുക്കി വെച്ച് അതിന് മുകളിൽ കിടക്കുകയോ നടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നില്ല? പ്രഷർ അത്രയധികം ഫീൽ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഏരിയ ഇൻക്രീസസ്. ഒറ്റ മുട്ടുസൂചിയുടെ ഏരിയ ആയിരിക്കും ഈ 100 എണ്ണത്തിന് ഉണ്ടായിരിക്കുക? അല്ല, ഏരിയ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ദാറ്റ് ഈസ് ഡിക്രീസസ്. You got it? Okay, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The same force acting on a smaller area exert a larger pressure and a smaller pressure on a larger area. Larger areaയിൽ എന്തേ ഉണ്ടാകുള്ളൂ? Smaller pressure മാത്രമേ ഉണ്ടാവുകയുള്ളൂ. Okay, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. See, you can see. നിങ്ങൾ കണ്ടല്ലോ, ഒരു പിക്ചർ കണ്ടു അല്ലെ. That mean നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരാളെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ലാർജർ ഏരിയ ആണ്. ദാറ്റ് മീൻ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാണ് അല്ലെ. കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നു. ദാറ്റ് മീൻ ഐ എം ഗിവിംഗ് ആ ഫോഴ്സ്. ഞാൻ ഒരു ഫോഴ്സ് ഇവിടേക്ക് കൊടുക്കുകയാണ് അല്ലെ. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ ആണിത്. ഈ ഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ദ ഫോഴ്സ് ബൈ ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ. സോ നമുക്ക് അവിടെ ഒരു ചെറിയ പ്രഷർ ആണെങ്കിലും വലിയ പ്രഷർ ആണെങ്കിലും they will have a pressure. അപ്പൊ അവിടെ ഒരു പ്രഷർ അനുഭവപ്പെട്ടു. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സിറ്റുവേഷൻ? നിങ്ങൾ നോക്കൂ, നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ. ഇവിടെ ഞാൻ ഒരു സിറിഞ്ച് കൊണ്ട് ഞാൻ ഇൻജെക്ട് ചെയ്യാണ് അല്ലെ. സോ വാട്ട് അബൌട്ട് ഇവിടെ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ ഇതേ ഡിറക്ഷനിൽ തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ there is a difference. എന്താണ്? ഈ സിറിഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ വളരെ ചെറിയ മൈന്യൂട്ട് ഏരിയ ആണ് അല്ലെ. വളരെ ചെറിയ ഏരിയ ആണ്. സോ ചെറിയ ഏരിയയിലേക്ക് കോണ്ടാക്ട് എന്താണ്? സ്മോൾ ഏരിയ ആണ് അല്ലെ. ഫോഴ്സ് ബൈ സ്മോൾ ഏരിയ, വളരെ ചെറിയ ഏരിയ കുറയുമ്പോൾ വാട്ട് അബൌട്ട് നമ്മുടെ പ്രഷർ എന്തായിരിക്കും? ദ പ്രഷർ വിൽ ബി ലാർജർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഏരിയ കുറയുമ്പോൾ എന്ത് കൂടും? പ്രഷർ will be larger. If the area is increased, area ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഏരിയ എന്താണ്? ബെറ്റർ, നമുക്ക് കുറച്ചുകൂടെ ലാർജർ ഏരിയ ആണ് അല്ലെ. അപ്പൊ ലാർജർ ഏരിയ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? The pressure will be smaller. Pressure will be smaller one. Clear? അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, സി നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, എ ബ്ലോക്ക് ഓഫ് വുഡ് ഈസ് കെപ്റ്റ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിന്റെ മുകളിൽ ഒരു വുഡ് പീസ് ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ദ മാസ് ഓഫ് വുഡൻ ബ്ലോക്ക് ഈസ് 5 kilogram. ഓക്കെ, 5 kilogram. ഞാനൊരു വുഡ് വെച്ചിട്ടുണ്ട്. ആ വുഡിന്റെ just consider okay,
is a table. ഇതൊരു ടേബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാനൊരു വുഡൻ പീസ്, ഞാൻ വുഡൻ പീസ് ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഈ വുഡൻ പീസിന്റെ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് 5 kilogram. ഓക്കെ, 5 kilogram മാസ് ഉള്ള ഒരു വുഡൻ പീസ് ഞാൻ എന്റെ ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഇസ് 40 centimeter into 20 centimeter into 10 centimeter. That means a length, breadth and height. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിരിക്കുന്നുണ്ട് 40, 20 and 10 centimeter each. Okay, find the pressure exerted by a wooden block on the tabletop if it is made to lie on a tabletop with its side of dimension 20 centimeter, 10 centimeter, and next one is 40 centimeter into 20 centimeter. Okay, very simple. ഇവിടെ തന്നിരിക്കുന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രഷർ ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഫോഴ്സ് എത്രയും തന്നിരിക്കുന്നുണ്ടോ? ഫോഴ്സ് തന്നിട്ടുണ്ടോ? ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഫോഴ്സ് തന്നിട്ടില്ല. സോ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കണം. നമ്മൾ അറിഞ്ഞു വെക്കുക, ഫോഴ്സ് F is equal to mg. What? Force is equal to mass into acceleration due to gravity. നമുക്ക് ഫോഴ്സ് തന്നിട്ടില്ല എങ്കിൽ, നമുക്ക് കൊടുത്ത നമ്മുടെ ഒരു പ്രോബ്ലത്തില് ഫോഴ്സ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ചെയ്യാൻ. ഓക്കെ, what is F is equal to mg? What is the value of g? ജിയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 9.8 meter per second ആണ്. പക്ഷേ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ 10 എടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 9.8 എടുത്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം, ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തന്നെ. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. നോക്കുക, നമുക്ക് ഫോഴ്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. പ്രഷർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്കറിയാം. സോ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓർ ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പൊ നമുക്ക് ഫോഴ്സും അറിയണം, അതുപോലെ തന്നെ ഏരിയയും അറിയണം. പക്ഷേ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏരിയ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആരെ കിട്ടും? ഏരിയ കിട്ടും. പക്ഷേ ഫോഴ്സ് നമുക്ക് അറിയോ? ഇല്ല. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. F is equal to mg. So what is the mass? What is the mass of this block? നമ്മുടെ വുഡൻ ബ്ലോക്കിന്റെ മാസ് എത്രയാണ്? 5. That is equal to 5 into what is g? G ക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്, that is 9.8. നമ്മളത് 10 ആയിട്ട് എടുക്കുന്നു. That is equal to 50 Newton. ഓക്കെ, നമുക്കപ്പോൾ ഫോഴ്സ് കിട്ടി. എത്രയാണ്? 50 Newton എന്ന് കിട്ടിയല്ലേ. സോ നമുക്ക് ഇവിടെ ഫോഴ്സ് എടുത്ത് വെക്കാം. F is equal to 50 Newton. സംശയമില്ല, നമുക്ക് ഫോഴ്സ് കിട്ടി അല്ലെ. ദെൻ നമുക്ക് ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഏരിയ. ഏരിയയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കുക, ഇത്രയാണ് നമ്മുടെ ഇതെങ്കിൽ ഫൈൻഡ് ദ പ്രഷർ എക്സേർട്ട് ബൈ എ വുഡൻ ബ്ലോക്ക് ഓൺ ദ ടേബിൾ ടോപ്പ്. എപ്പോ? ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു ലൈ ഓൺ എ ടേബിൾ ടോപ്പ് വിത്ത് ഇറ്റ് സൈഡ്. ഏത് സൈഡ് ആണ് വെക്കുന്നതെങ്കിൽ 20 centimeter into 10 centimeter. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 20 centimeterും 10 centimeterുമായിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇപ്പോ എന്റെ ടേബിളിന്റെ മുകളിൽ വെക്കുന്നത് എങ്കിൽ വാട്ട് വിൽ ബി ദ ഏരിയ, വാട്ട് വിൽ ബി ദ പ്രഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 20 into 10. വാട്ട് ഇസ് 20 into 10? നമുക്ക് എത്രയാണ്? യെസ്, 200 അല്ലെ, 200 meter square. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഏരിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഈ ഭാഗത്തില് ഇങ്ങനെയാണ് എന്റെ ബ്ലോക്ക് വെക്കുന്നത് എങ്കിൽ 20 into 10 centimeter എന്ന ഡയമെൻഷനിലുള്ള ബ്ലോക്കാണ് ഞാൻ ഇപ്പോ വെക്കുന്നത് എങ്കിൽ എന്റെ ടേബിളിൽ എത്ര പ്രഷർ ആണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. Pressure is equal to force by area or thrust by area. Okay, what will be the force? Force എത്രയാണ്? 50 ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. 50. Yes. Okay, clear? That is equal to 1/4. So the pressure will be 1/4.
ക്ലിയർ? പ്രഷർ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? 1/4 പാസ്കൽ. ഓക്കെ, നമുക്കത് ഡെസിമലിലേക്ക് മാറ്റാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പ്രഷർ ഇസ് ഈക്വൽ ടു 1/4 പാസ്കൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യന്റെ പ്രഷർ ആണ് എത്ര? 1/4 പാസ്. നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് 1/4 പാസ്കൽ ആണ്. എ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ്. എന്നാൽ ബി ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക. ഓക്കെ, നോക്കുക, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ബി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? 40 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ. ഇപ്പോ നമ്മുടെ 40 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ എന്ന രീതിയിൽ ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ടേബിളിന്റെ മുകളിലായിട്ട് വെക്കുന്നത് എങ്കിൽ what will be the pressure? ഇപ്പൊ പ്രഷർ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പ്രഷർ നമുക്ക് ഏരിയ തന്നിരിക്കുകയാണ് അല്ലെ. ഏരിയ എത്രയാ തന്നിരിക്കുന്നത്? 40 into 20. 40 into 20 എത്ര വരും? 800 meter square. സംശയമൊന്നുമില്ലല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ what will be the pressure? Pressure is equal to force by area. Pressure is equal to force by area. What will be the force? 50 ആണല്ലോ. 50 by area എത്രയാണ് മക്കളെ? 800. എത്രയാണ്? 800. സംശയമൊന്നുമില്ലല്ലോ. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പാസ്കൽ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും അനുഭവപ്പെടുക? ഏറ്റവും കൂടുതൽ പ്രഷർ നമുക്ക് എപ്പോഴാണ് അനുഭവപ്പെടുക? ദാറ്റ് മീൻ നമ്മൾ ഏരിയ കുറയുമ്പോഴായിരിക്കും അവിടെ എന്ത് കൂടുക? പ്രഷർ കൂടുതലായിരിക്കാം. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടും, അല്ലെങ്കിൽ ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ച് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം കഴിയുമ്പോൾ ആ കാര്യം കൂടെ ഒന്ന് എഴുതുക. ഇതിൽ ഏത് സിറ്റുവേഷൻ ആണോ, നമ്മുടെ എ ബി എന്ന് 2 സിറ്റുവേഷൻ ഉണ്ട് അല്ലെ, ആ 2 സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ, ഏറ്റവും കുറവ് എവിടെയാണെന്നും കൂടെ എഴുതിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം തീർക്കാൻ. ഓക്കെ, സോ next is pressure in fluids. Very important one, pressure in fluids. അപ്പോ ഈ pressure in fluids ആദ്യമായിട്ട് നമുക്ക് കാര്യം പറഞ്ഞതാണ് ആർക്കിമിഡീസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്ലൂയിഡ്സിന്റെ ഉള്ളിലുള്ള പ്രഷർ, നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഓരോ ബോഡിയിലുള്ള പ്രഷറാണ്. ദാറ്റ് മീൻസ് സോളിഡ് പ്രഷറാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലെ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത് സോളിഡ് പ്രഷറിനെ പറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡ്സിലും പ്രഷർ ഉണ്ടായിരിക്കില്ലേ? വാട്ട് യു മീൻ ബൈ ആക്ച്വലി ഫ്ലൂയിഡ്സ്? എന്താണ് ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്? ഇസ് ഇറ്റ് ലിക്വിഡ്? നോ. ഇസ് ഇറ്റ് ഗ്യാസ്? നോ. ദാറ്റ് മീൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ലിക്വിഡ്സിലും ഗ്യാസിലുമുള്ള പ്രഷേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോമൺലി നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അതിനെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സോ അതിലുള്ള പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ ആദ്യമായിട്ട് ഈ ലിക്വിഡ് പ്രഷർ എന്ന ടേമും അതുമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത ഒരാളുമാണ് ആർക്കിമിഡീസ്. നമുക്കറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷം നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞ ഒരാളാണ് ബ്ലേസ് പാസ്കൽ. ഓക്കെ, നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഓരോ എക്സ്പെരിമെന്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ്. നോക്കാം. All liquids and gases are fluids. എല്ലാ ലിക്വിഡ്സിനെയും എല്ലാ ഗ്യാസുകളെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്താ? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അല്ലെ. A solid exert pressure on a surface അല്ലെ. ഒരു സോളിഡ് ഒരു സർഫസിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നു. എങ്ങനെയാണ്? on a surface due to its weight. അതിന്റെ വെയിറ്റ് കാരണമാണ് ഒരു ബോഡി അഥവാ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. that means due to its weight. അങ്ങനെയാണെങ്കിൽ സിമിലർലി ഫ്ലൂയിഡ്സ് ഹാവ് എ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ആർക്കും വെയിറ്റ് ഉണ്ട്, ഫ്ലൂയിഡ്സിനും എന്തുണ്ടെന്നാ പറയുന്നത്? ഫ്ലൂയിഡ്സ് ഹാവ് വെയിറ്റ് ആൻഡ് they also exert pressure. വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഇവിടെ എന്തുണ്ട്? പ്രഷറും ഉണ്ട്. ഓൺ ദ ബേസ് ആൻഡ് wall of the container. On the wall of the container. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്ലൂയിഡ്സും എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്.
എവിടെയൊക്കെയാണ് ആ ഫ്ലൂയിഡ് എവിടെയാണോ നിൽക്കുന്നത്? നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറയുന്ന എപ്പോഴും ഒന്നെങ്കിൽ ഒരു ബോട്ടിലോ ഒരു കണ്ടെയ്നറിലോ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെ. ദാറ്റ് മീൻ നമുക്ക് അവരെ അങ്ങനെ ഓപ്പൺ ചെയ്ത് വിടാൻ നമുക്ക് പറ്റില്ല. ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ട് വെക്കാൻ പറ്റില്ല. നമ്മളൊരു ബോട്ടിലോ ഒരു ഗ്ലാസ്സിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ലിക്വിഡ്സിനൊക്കെ വെക്കുക. സോ നമ്മൾ ആ കണ്ടെയ്നറിലേക്കായിരിക്കും നമ്മൾ എന്ത് എക്സേർട്ട് ചെയ്യുക? പ്രഷർ എക്സേർട്ട് ചെയ്യുക. അഥവാ അതിന്റെ വാൾസിലായിരിക്കും നമ്മൾ എന്ത് എക്സേർട്ട് ചെയ്യുക? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, വിച്ച് ദേ ആർ ക്ലോസ്ഡ്. ദ പ്രഷർ എക്സേർട്ട് ഇൻ എനി കണ്ടെയ്ൻ mass of a fluid is transmitted undimensioned in all direction. എന്ന് വെച്ചാൽ that mean ഞാനൊരു just consider fluids എന്ന് പറയുമ്പോൾ നമ്മുടെ ലിക്വിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസും ഉണ്ട് അല്ലെ. നിങ്ങൾ കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾ എല്ലാവരും ബ്രഷ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ടൂത്ത് പേസ്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പ്രഷർ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ. നോക്കുക, ജസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമോന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ്. ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ടൂത്ത് പേസ്റ്റിന്റെ ഇവിടെ ഞാൻ ഫോഴ്സ് കൊടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ ഫോഴ്സ് കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ പ്രസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ പ്രസ് ചെയ്താലും നമ്മുടെ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുമല്ലോ. എന്നാൽ അതിന് പകരം എനിക്ക് പകരം എന്റെ അമ്മ ഇവിടെ പ്രസ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ടൂത്ത് പേസ്റ്റിന്റെ ഈ ഭാഗത്താണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോഴും എന്ത് തന്നെയാ ചെയ്യുന്നത്? എന്റെ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അപ്പൊ ദാറ്റ് മീൻ നമ്മള് ഈ ലിക്വിഡ്സ്, നമ്മൾ ഈ ഫ്ലൂയിഡ്സ് ഉള്ള കണ്ടെയ്നറിൽ നമ്മൾ എവിടെ പ്രഷർ അപ്ലൈ ചെയ്താലും എങ്ങനെയാണ്? അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. എന്താണ്? നമ്മളൊരു ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണിത്. നമ്മളൊരു ഫ്ലൂയിഡ്സിൽ നമ്മൾ എവിടെ പ്രഷർ കൊടുത്താലും, ലിക്വിഡ്സിനാണ് മെയിൻലി നമ്മൾ പറയാ ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സിൽ നമ്മൾ ആ ഒരു ബോഡിയുടെ ഏതൊരു അറ്റത്ത് പ്രഷർ കൊടുത്താലും ആ കൊടുക്കുന്ന പ്രഷർ ദാറ്റ് വിൽ ബി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പ്രഷർ കൊടുത്താലും അതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രഷർ കൊടുത്താലും ഇവിടെ കൊടുത്താലും പേസ്റ്റ് പുറത്തേക്ക് വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ജസ്റ്റ് കൺസിഡർ ഇതൊരു ബലൂൺ ആണെന്ന്. ഓക്കെ, ഈ ബലൂൺ ഞാൻ നന്നായിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ ആണ്. ഈ ബലൂണിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഐ ഹാവ് കുറച്ച് ഹോൾസ് ഉണ്ട്. ഓക്കെ, കുറച്ച് ഹോൾസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്? താഴെ മാത്രം ഞാൻ കുറച്ച് പ്രസ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? ഈ ബലൂണിന്റെ അകത്ത് നിറച്ച് വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ താഴെ മാത്രം ജസ്റ്റ് പ്രസ് ചെയ്യാണ്. എന്താ സംഭവിക്കുക? ഇവിടെ നിന്നൊക്കെ എന്താണ്? വെള്ളം പുറത്തേക്ക് വരുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഇതേപോലെ ഞാൻ വേറൊരു ബലൂൺ എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ഇതേപോലെ ഞാൻ ടൈ ചെയ്തൊരു ബലൂൺ ഞാൻ എടുത്തു. ഓക്കെ, ആൻഡ് ഐ ഹാവ് ഇവിടെയും ഹോൾസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പ്രസ് ചെയ്യുന്നത് അവന്റെ സെന്റർ ഭാഗത്താണ്. ഇവിടെ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യാണ്. അപ്പോഴും എന്ത് തന്നെയാ ചെയ്യുന്നത്? വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻ ഇപ്പൊ മനസ്സിലാക്കുക, എല്ലാ ഡയറക്ഷനിലേക്കും ഞാനിപ്പോ എന്റെ ലിക്വിഡ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ എന്റെ ഈ ബലൂണിന്റെ അകത്ത് എന്തുണ്ട്? ലിക്വിഡ്സ് ഉണ്ട്. ലിക്വിഡ്സ് ആർ ഫ്ലൂയിഡ്സ് അല്ലെ. ലിക്വിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ്സ് ആണ്. സോ ഈ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഫ്ലൂയിഡ്സ് അത് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ എല്ലാ കണ്ടെയ്നറിന്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഡിറക്ഷനിലേക്കും അതിന്റെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻ ഇവിടെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? പ്രഷർ ഈസ് ഗിവൺ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആര് കൊടുക്കുന്നുണ്ട്? ലിക്വിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ വാൾ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്? ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കണ്ടെയ്നറിൽ നിറച്ച് വെള്ളമുണ്ട്. എന്താ സംഭവിക്കുക? ഈ കണ്ടെയ്നറിന് ചുറ്റും എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻ ജസ്റ്റ് കൺസിഡർ ഈ ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും എന്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്?
പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ലിക്വിഡ്സിന്റെയും നമ്മുടെ ഗ്യാസിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്താണ്? ദേ എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ഡിറക്ഷൻ. എല്ലാ ഡിറക്ഷനിലേക്കും, എക്സ്പെഷ്യലി നമുക്ക് ഫ്ലൂയിഡ്സ്, നമുക്ക് ലിക്വിഡ്സ് പറയാം, എല്ലാ ഡിറക്ഷനിലേക്കും അവരവരുടെ പ്രഷർ ഇസ് അപ്ലൈയിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ. സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതൊരു റിസർവോയർ ആണ്. നമുക്ക് ഡാം എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് പറയാം, ഒരു റിസർവോയർ. ജസ്റ്റ് കൺസിഡർ ഒരു ചെറിയൊരു ബോട്ടിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മിനറൽ വാട്ടറിന്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? അത് നമുക്ക് വെച്ച് നിങ്ങൾ ഒരു 3 ഹോള് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ എടുക്കുക, ഒരു 3-4 ഒരു ഹോൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ് അല്ലെ? ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം 2-3-4 ഹോൾ ഇടുക. അതിനുശേഷം നിങ്ങളൊന്ന് വെള്ളം നിറച്ച് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. സി, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. റിസർവോയർ എന്ന് ഞാൻ ജസ്റ്റ് ഒരു പിക്ചറിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, ഇങ്ങനെ ഒരു വാട്ടർ, ഇങ്ങനെ ഒരു വെസൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഐ ഹാവ് എ ഹോൾ. ഈ വെസലിന്റെ ഈ ഭാഗത്ത് മൊത്തം എന്തുണ്ട്? ഒരു ഹോൾസ് ഉണ്ട് അല്ലെ? 1 2 3 4 5 6 6 ഹോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ വെള്ളത്തിന്റെ ലെവൽ എങ്ങനെയാണ്? ദ വാട്ടർ ലെവൽ ഇസ് ഇൻ ദിസ് ഹൈറ്റ്. ഈ ഹൈറ്റിലേക്ക് എന്റെ വാട്ടർ ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പോ നോക്കുക, ഓഫ് കോഴ്സ് എന്താണ്, ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളം പുറത്തേക്ക് വരും. അത് വളരെ കോമൺ ആണ്. പക്ഷേ ആ വെള്ളം പുറത്തേക്ക് വരുന്നതിന്റെ പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് നിങ്ങളൊന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? നിങ്ങളൊന്ന് നോക്കിയേ. സി, നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇൻ ഹിയർ ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? സി, അപ്പൊ നിങ്ങൾ കൈ വെച്ച് നോക്കുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ദ മോർ പ്രഷർ അഥവാ നല്ല ജെറ്റ് പോലെ നല്ല ഫാസ്റ്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നത് ദാറ്റ് വിൽ ബി ഇൻ ദ ലാസ്റ്റ് ബോട്ടം ലെവലിലുള്ള ഹോളിനായിരിക്കും. ഇവിടെ ആയിരിക്കും ബോട്ടം ലെവൽ. അതെന്തുകൊണ്ടായിരിക്കും ബോട്ടം ലെവലിൽ മാത്രം ഇത്ര സ്ട്രോങ്? എന്താ നമുക്ക് ഹയർ ഈ ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ട് സ്ട്രോങ്ങർ ആയിക്കൂടാ? ദാറ്റ് മീൻ ദ പ്രഷർ, ഒരു ബോഡി അല്ലെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് കൺസിഡർ, ശ്രദ്ധിക്കുക, ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡിന്റെ പ്രഷർ വിൽ ബി മോർ ഇൻ ബോട്ടം സൈഡ്. ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? ദാറ്റ് വിൽ ബി ഇൻ എ ബോട്ടം. ഈ ഒരു ബോട്ടം സൈഡിൽ അല്ലെങ്കിൽ ഈ അടിഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക, നമ്മുടെ കടലിൽ അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? കടലില് ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? ഇൻ ദ ബോട്ടം ലെവൽ. താഴേക്ക് പോകും തോറും പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. നിങ്ങൾ ഈ ഇടയായിട്ട് നിങ്ങളൊരു ന്യൂസ് കണ്ടിട്ടുണ്ട്, ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു മുങ്ങിക്കപ്പൽ അല്ലെ? ടൈറ്റാനിക് കാണാൻ വേണ്ടി ഒരു മുങ്ങിക്കപ്പലുമായിട്ട് 5 യാത്രക്കാരൻ അല്ലെ പോയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? അത് കൊളാപ്സ് ആയി അല്ലെ? ദാറ്റ് മീൻ അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആരെങ്കിലും വന്ന് പൊട്ടിത്തെറിച്ചതാണോ? അല്ല. ദാറ്റ് മീൻ അവരുടെ ഹൈ പ്രഷർ നമ്മുടെ താഴേക്ക് നമ്മുടെ കടലിൽ നിന്ന് താഴേക്ക് പോകും തോറും അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോ ഏറ്റവും നമ്മുടെ സീ ലെവൽ അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും. എങ്ങനെയാണ്? ദ ബോട്ടം സൈഡ്, ഈ ഭാഗങ്ങളിലായിരിക്കും എന്ത് കൂടുതൽ? പ്രഷർ കൂടുതൽ. അതെന്തുകൊണ്ടാ അങ്ങനെ? നിങ്ങൾ നോക്കുക, നമ്മുടെ വാട്ടറിനെ നമ്മൾ ലെയർ ആക്കി നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് എ 1 ലെയർ, ദിസ് ഇസ് സെക്കൻഡ് ലെയർ, ദിസ് ഇസ് എ തേർഡ് ലെയർ, 4th 5th 6th 7th അങ്ങനെ നിങ്ങൾ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. അപ്പൊ നിങ്ങളുടെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നു, അത് ആ ആളുടെ മുകളിൽ വേറൊരാൾ കയറി നിൽക്കുന്നു. അങ്ങനെ ആളുകൾ കയറി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവപ്പെടുന്ന ആരായിരിക്കും? ഏറ്റവും അടിയിൽ ആദ്യം നിൽക്കുന്ന ആളായിരിക്കും അല്ലെ? ഏറ്റവും അടിയിൽ നിൽക്കുന്ന ആളായിരിക്കും. ഇത്രയും ആളുകളുടെ വെയിറ്റ് അദ്ദേഹത്തിന്റെ മുകളിലാണ് ആണല്ലോ. അപ്പൊ അടിയിൽ നിൽക്കുന്ന ആൾക്കായിരിക്കും എന്ത്? ഭയങ്കര പെയിനും ഭയങ്കര പ്രഷറും. അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ വാട്ടറിനും. ഇത്രയും വാട്ടറിനെ ചുമക്കുന്നത് ആരാണ്? ഈ താഴെയുള്ള ആളുകളാണ്.
ഈ താഴെയുള്ള വാട്ടർ ആണ്. ദാറ്റ് മീൻ ഈ ഒരു ഭാഗത്തായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടായിരിക്കുക, പ്രഷർ കൂടുതലായിരിക്കുക. അപ്പോ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഹോളിലൂടെ വളരെ ഫാസ്റ്റർ ആയിട്ട് വളരെ ജെറ്റിന്റെ സ്പീഡിൽ നമുക്ക് എന്താണ് വാട്ടർ എസ്കേപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രഷർ എപ്പോഴാണ്, ദ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. മനസ്സിലാക്കി വെക്കുക, ദ പ്രഷർ, നമ്മൾ ലിക്വിഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. ദ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആഴം കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്തായിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ എപ്പോഴും എവിടെയായിരിക്കും, ഇൻ ദ ബോട്ടം സൈഡ്, അടിയിലായിരിക്കും, അടിഭാഗത്തായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പിക്ചർ വെച്ച് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, സോ പ്രഷർ വിൽ ബി ഇൻക്രീസ് വിത്ത് ഡെപ്ത്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ജസ്റ്റ് കൺസിഡർ, നിങ്ങൾക്ക് ഞാനൊരു ബോട്ടിൽ തരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, ദിസ് ഇസ് ദ ബോട്ടിൽ. രണ്ടും ഒരേ സൈസ് ആണ്. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഓക്കെ, രണ്ടും ഒരേ സൈസ് ഉള്ള ഒരു ബോട്ടിലാണ്. ആൻഡ് വെള്ളമുണ്ട്. ഓക്കെ, വാട്ടർ ഇസ്, ഓക്കെ, ഞാനൊരു വാട്ടർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതാണ് എന്റെ ഒരു സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ which vessel have more pressure? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ. രണ്ട് ബോട്ടിൽസ് അല്ലെങ്കിൽ രണ്ട് വെസൽസ് ഉണ്ട്. രണ്ട് വെസൽസിലും വാട്ടർ ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും, ഏത് ബോട്ടിലിനായിരിക്കും, അത് എവിടെയായിരിക്കും? ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് പ്രഷർ എപ്പോഴും എവിടെയാണ്, ബോട്ടം സൈഡാണ്. നിങ്ങൾക്ക് ഓൾറെഡി പറയാം, നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. ബോട്ടം സൈഡിൽ നമ്മുടെ ബോട്ടിലിന്റെ അടിഭാഗത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, പ്രഷർ ഉണ്ടായിരിക്കുക. എന്നാൽ ഈ രണ്ട് ബോട്ടിലിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ആർക്കായിരിക്കും? യെസ്, ആർക്കായിരിക്കും? അതെന്തുകൊണ്ടാ ഇവർക്ക് പ്രഷർ കൂടാനുള്ള കാരണം? ദാറ്റ് മീൻ ആഴം കൂടുതൽ, ഡെപ്ത് കൂടുതൽ ആർക്കാണ്? എക്കാണ്. ദാറ്റ് മീൻ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ ലെവൽ ആർക്കാണ് കൂടുതൽ? എക്കാണ് അല്ലെ? ദാറ്റ് മീൻ നിങ്ങൾ നോക്കുക, അതിന്റെ ലെവൽ നോക്കുക, നിങ്ങൾ ആർക്കാണ് കൂടുതൽ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആർക്കാണ് കൂടുതൽ? ദാറ്റ് മീൻ ഡെപ്ത് കൂടുതൽ ആർക്കാണ്? എക്കാണ് അല്ലെ? അപ്പൊ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ദ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. വാട്ട് പ്രഷർ? ദ ലിക്വിഡ് പ്രഷർ. ഓക്കെ, സോ നമ്മുടെ the liquid pressure increases with depth. Okay, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. The liquid pressure increases with നോട്ട് എന്ന രീതിയിൽ തന്നെ എഴുതി വെക്കുക. Okay, the liquid pressure increases with ഡെപ്ത് ഓർ ഹൈറ്റ് എന്ന് നമുക്ക് പറയാം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അത് മിസ്ലീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഹൈറ്റ് എന്ന് കൊടുക്കാത്തത്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഇവിടുന്ന് മുകളിലൊക്കെ എന്ന രീതിയിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതാ ചെയ്യരുത്. എപ്പോഴും പ്രഷർ എപ്പോഴും എവിടെയായിരിക്കും? ഇൻ ദ ബോട്ടം സൈഡ്, താഴെ ആയിരിക്കും പ്രഷർ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ ലിക്വിഡ് പ്രഷർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്.